Welcome back, dears, to another class. Today we are going to discuss the Learning Excellence worksheet from Standard 7 English. Okay, there are so many activities are there in the Learning Excellence worksheet. Today we are going to discuss that activity cards. There are 17 activity cards are there in the worksheet. Okay, are you ready for that? So let's get it out. Yes, this is the activity card number 1, which is we have to write a letter. Okay, നമുക്ക് ആ ലെറ്റർ എന്താണ് എഴുതേണ്ടത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. Okay, the boy writes a letter. You know this boy, അല്ലേ? The boy from How Far is a River. We learned the story very well, and from that chapter, the boy in the story How Far is a River enjoy the beauty and coolness of the river. നമുക്കറിയാം അല്ലേ, ആ കുട്ടിയില്ലേ ആരും വീട്ടിലില്ലാത്ത സമയത്ത് ആ പുഴയിലേക്ക് പോയി. For what purpose? Yes, to see that river and feel that river. അല്ലേ, അതിലുള്ള ഫിഷസിനെ കാണുക, ആ തണുപ്പ് എന്ത് ചെയ്യുക, കൈകൊണ്ട് തൊടുക എന്നുള്ളതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചു പോയ കാര്യമാണ് അല്ലേ. Then he wants to go there once again along with his close friend Naveen. അല്ലേ, ആദ്യം പോയത് അവിടെ രക്ഷിതാക്കളും വീട്ടുകാരും ഒക്കെ ഫാമിലി മെമ്പേഴ്സ് ആർ ഗോൺ ടു വിസിറ്റ് ദർ റിലേറ്റീവ്സ് അല്ലെ. ആ സമയത്താണ് ഈ ബോയ് ആ റിവറിലേക്ക് പോകുന്നത്. എന്നിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് ഒരു സമയത്ത് എന്ത് ചെയ്യാ, വീണ്ടും അവിടേക്ക് പോകണമെന്ന് ആ കുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്, അവന്റെ കൂട്ടുകാരൻ നവീണിന്റെ കൂടെയാണ് അവന് പോവേണ്ടിയിരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, help the boy write a letter to Naveen in visiting him for the trip. അല്ലേ, നവീനോട് നമുക്ക് ആ പുഴയിലേക്ക് പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ ബോയ് നവീണിന് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ ലെറ്ററിന്റെ ഫോർമാറ്റ് ഒക്കെ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലെറ്ററിന് വേണ്ടത് അല്ലെ. ആദ്യം എന്ത് വേണം, ഫ്രം ആൻഡ് ടു അല്ലേ. ഫ്രം എന്താണ്, നിങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, നിങ്ങളാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങളുടെ പേര് എന്ത് ചെയ്യുക, ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ ഫ്രം എന്ന് എഴുതുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുപേര്, അഡ്രസ്. ദെൻ അടുത്തതായിട്ട് ടു, ആർക്കാണ് നിങ്ങൾ എഴുതുന്നത്, ആർക്കാണ്, ടു നവീൻ അല്ലേ. നവീനാണ് ലെറ്റർ എഴുതുന്നത്. എന്നിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് ഡിയർ നവീൻ അല്ലേ, ഡിയർ നവീൻ. എന്നിട്ട് ബാക്കി കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ എഴുതുന്ന ഡേറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ എഴുതുക. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ എഴുതി വെക്കേണ്ടത്? അതെ, അബൌട്ട് ദ റിവർ അല്ലേ, അല്ലെങ്കിൽ ആ നിങ്ങളുടെ അവസാനത്തെ യാത്രയിലെ കാര്യങ്ങൾ അല്ലെ. ആ കുട്ടി പുഴയിലേക്ക് പോയപ്പോൾ കണ്ട കാര്യങ്ങള്, കണ്ടുമുട്ടിയ ആളുകളെ പറ്റിയിട്ട് അല്ലെ. വുഡ് കട്ടറായി പരിചയപ്പെടുന്നുണ്ട്. പിന്നെയോ യെസ്, ഒരു ബോയ്, ഒരു വില്ലേജ് ബോയിയെ പരിചയപ്പെടുന്നുണ്ട്. ഒരു ഗേൾ അല്ലെ, ഗേൾ വിത്ത് എ സിക്കിൾ അല്ലെ, ഒരു സിക്കിളുമായിട്ട് നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ രേഖപ്പെടുത്താം. എന്നാണ് നമുക്ക് പോവാൻ പറ്റുക അല്ലെ. അത്തരം കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെറ്റർ യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് ലെറ്റർ. അവസാനം നിങ്ങൾ നിങ്ങളുടെ പേരെഴുതി ഇവിടെ സൈൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് യു ഹാവ് ടു ഡു ഇൻ എ ലെറ്റർ. ഒരു ലെറ്ററിൽ വേണ്ട കാര്യങ്ങളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അധ്യാപകരോടോ അല്ലെങ്കിൽ രക്ഷിതാക്കളോടോ ചോദിച്ച് നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിലായിട്ട് നിങ്ങളുടെ ആ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുക. Then we are moving on to the activity card number 2. Find the describing word. അല്ലേ, what do you mean by describing word? എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ? അതെ, ഒരു വാക്കിനെ വിവരിക്കുന്ന കാര്യമാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ലെ. വിശേഷിപ്പിക്കുന്ന പദമാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്. നോക്കാം നമുക്ക് എന്താന്ന്. Here are some sentences from the story How Far is a River. Fill in the blanks with suitable describing words and complete the crossword puzzle using them. അല്ലേ, നിങ്ങൾ ഡിസ്ക്രൈബിംഗ് വേർഡ് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, നൗൺ, പ്രോനൗൺ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
അവിടെ നിങ്ങൾ പഠിച്ച കാര്യം അല്ലെ, ആ ഡിസ്ക്രൈബിംഗ് വേർഡിന് പകരം നിങ്ങൾ പഠിച്ചത് അഡ്ജക്റ്റീവ് എന്നൊരു പദമാണ്. ഓക്കെ, അഡ്ജക്റ്റീവ് എന്നുള്ള ഒരു പദമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ദിസ് ഇസ് ഫ്രം ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് എ റിവർ. ഹിയർ യു ക്യാൻ സീ ദാറ്റ് ക്രോസ്വേർഡ് പസിൽ അല്ലേ. വി ആൾറെഡി ഡിസ്കസ് ദ ക്രോസ്വേർഡ് പസിൽ ഇൻ ദ 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നോക്കുക, ദ പാത്ത് ടു ദ റിവർ വാസ് ഡാഷ് അല്ലേ. ദ പാത്ത് വഴി, എങ്ങനെയുള്ള വഴിയായിരുന്നു നോക്കാം നമുക്ക്. ഒന്ന് ഇല്ലേ, ഒന്ന് എങ്ങോട്ടാണ്? അക്രോസ് ആണ്. നമുക്കറിയാം ദ പാത്ത് ടു ദ റിവർ വാസ് സ്റ്റീപ്പ് അല്ലെ. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ ആ കുത്തനെയുള്ള വഴിയായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇവിടെ സ്റ്റീപ്പ് എന്ന് എഴുതുക അല്ലെ, സ്റ്റീപ്പ് എന്ന് എഴുതുക. ദെൻ ദ ഗേൾ ഇൻ ദ വാലി ഹെൽഡ് എ ഡാഷ് നൈഫ് അല്ലേ. ദ ഗേൾ ഇൻ ദ വാലി, ആ താഴ്വരയിലുള്ള പെൺകുട്ടി, പരിചയപ്പെട്ട പെൺകുട്ടി, ഹെൽഡ് എ ഡാഷ് നൈഫ്, എന്ത് കത്തിയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഡാഷ് നൈഫ്. 3 നോക്കുക കേട്ടോ. 3 ഇവിടെ അല്ലേ, ഈ ഭാഗത്ത് സി എന്ന് കൊടുത്തിട്ടുണ്ട്, ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ബാക്കിയുള്ള വാക്കുകൾ കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ദെൻ 5 ദ ബോയ്സ് ഹെയർ വാസ് ഡാഷ് ഇല്ലേ. ആ ബോയിയെ വിവരിക്കുന്ന രംഗം നമ്മള് നമ്മുടെ ഓൺലൈൻ ക്ലാസിന്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ബോയ് അല്ലെ. ദ ബോയ്സ് ഹെയർ വാസ് ഡാഷ്, ആ ബോയിയുടെ, ആ ആൺകുട്ടിയുടെ ഹെയർ, തലമുടി, എങ്ങനെയുള്ള തലമുടിയായിരുന്നു. 5 അല്ലെ. 5 ഇവിടെ നൽകിയിട്ടുണ്ട്. യു ആണ് ആദ്യം നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എങ്ങനെയാണ് തലമുടി എന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. ദെൻ 6 ഹി ലൈക്ഡ് ദ ഫീൽ ഓഫ് ഡാഷ് ഗ്രാസ് അല്ലെ. ഹി ലൈക്ഡ് ദ ഫീൽ ഓഫ് ഡാഷ് ഗ്രാസ്. ഇതും എളുപ്പമുള്ള പ്രവർത്തനമാണ് അല്ലെ. 6 ഇവിടെ 4 വാക്കുകളാണുള്ളത്, 4 അക്ഷരങ്ങളാണ്, ആൽഫബറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യം നിങ്ങൾ ഇവിടെ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഹാവ് ടു കീപ് ഇൻ യുവർ സൈഡ്. ദെൻ 6 നമ്മൾ പരിചയപ്പെട്ടു. ദെൻ ഡൗൺവേർഡ്, താഴേക്ക് 2 നൽകിയിട്ടുണ്ട്, അതോടൊപ്പം 4 നൽകിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ദ വുഡ് കട്ടർ വാസ് എ ഡാഷ് മാൻ അല്ലെ. വുഡ് കട്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ പരിചയപ്പെട്ട വുഡ് കട്ടർ, മരം വെട്ടുകാരൻ, എങ്ങനെയുള്ള ആളായിരുന്നു. 2 അല്ലേ, അതും നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തു പോയിട്ടുണ്ട്. ദെൻ ദ മൗണ്ടൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് വാസ് ഡാഷ്. 4 ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇതാണ് പ്രവർത്തനം 2, ആക്ടിവിറ്റി കാർഡ് 2. Then after that we are moving on to the activity card 3, on the phone. ഇത് വരുന്നത്, it is from the story A Snake in the Grass by R.K. Narayan. I'll read it for you. You have to watch it carefully. You have read the story A Snake in the Grass by R.K. Narayan. In it, the neighbors searched the whole day for the snake. Finally, Dasa decided to call the forest officials for help. Prepare a likely conversation. അല്ലേ, നമ്മളെ പരിചയപ്പെട്ടു ആ ഒരു സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്നുള്ള കഥ അല്ലേ. ആ കഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതെ, ഒരു പാമ്പ് വീട്ടിലേക്ക് വന്നപ്പോ അല്ലേ, ദാസ ഉണ്ടായിരുന്നു, പിന്നീട് ആ വീട്ടുകാര് അവിടെ ഉണ്ടായിരുന്നു. ആ പാമ്പ് വന്ന വിവരം കേട്ട് അയൽവക്കക്കാരൊക്കെ എന്ത് ചെയ്തു, അവിടേക്ക് വന്നു. അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോയി. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം കൂടി ഇതിന്റെ ഭാഗമായി കാണുക. ഓക്കെ, നോക്കാം എന്താണ് എഴുതേണ്ടത്. ഫോറസ്റ്റ് ഓഫീസർ ചോദിച്ചു, ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസാണ്, നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് അല്ലെ. ദാസ അങ്ങോട്ടാണ് വിളിച്ചത്. അപ്പൊ ദാസ് എന്ത് ചെയ്തു, വി ആർ അർജന്റ്ലി ഇൻ നീഡ് ഓഫ് യുവർ ഹെൽപ്പ് അല്ലെ, നിങ്ങളുടെ ഹെൽപ്പ് വേണം. അപ്പൊ എന്ത് ചെയ്യും, ഫോറസ്റ്റ് ഓഫീസർ ചോദിക്കും അല്ലെ, എന്ത് ഹെൽപ്പാണ് വേണ്ടത്. അപ്പോ ദാസ് തിരിച്ചു പറയും, there is a snake in our premise or in our garden അല്ലേ.
we are urgently in need of your help. അപ്പോൾ എവിടെയാണ് അല്ലെ, മാൽഗുഡി എന്നുള്ള സ്ഥലത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫോറസ്റ്റ് ഓഫീസറും ദാസയുമായിട്ടുള്ള കോൺവെർസേഷൻ എഴുതാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടില് നിങ്ങളാണ് ദാസ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടില് ആണ് ഒരു പാമ്പിനെ നിങ്ങൾ കണ്ടത്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫോറസ്റ്റ് ഓഫീസറോട് പറയും? എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർ തിരിച്ചു ചോദിക്കുക? ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യു ഹാവ് ടു പ്രിപ്പയർ ദിസ് കോൺവെർസേഷൻ. മനസ്സിലായോ? Then we are moving on to the activity card number 4. Read and write. അല്ലേ, റീഡ് ആൻഡ് റൈറ്റ്. വായിച്ചു നോക്കുക. This is a poem. അല്ലേ, this is a poem. You have to read this poem carefully. Read the poem carefully and answer the questions given below. നോക്കാം നമുക്ക് ഈ ഒരു poem. Sam's silly shoes. Sam always wore his shoes in twos. Never one to took out of place. Sam would always make sure to tie his lace. Sam would always say, what a lovely day, a lovely day. Sam's silly shoes. Sam always wore his shoes in twos. Never want to wear them in the dark. Sam would worry to leave a dirty mark. ഇതാണ് ആ ഒരു പോംത്തിൽ പറയുന്നത്. ദെൻ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീഡ് ദീസ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് സാംസ് സില്ലി ഷൂസ്, സാം ആൽവേസ് വോർ ഹിസ് ഷൂസ് ഇൻ ടോസ് എന്ന് തന്നിട്ടുണ്ട്. Then here you can see two words are underlined. Like two words are underlined. Then the sounds in the underlined words are repeated. ഇത് നമ്മൾ പഠിച്ചു പോയ ഒരു കാര്യമാണ്, ഒരു poetic device ആണ്. The repetition of similar sound is called alliteration. അല്ലേ, ഈ ഒരു സിമിലർ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയാ alliteration എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ alliteration പഠിച്ചിട്ടുണ്ട്, റൈമിംഗ് വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ഇല്ലേ, റൈമിംഗ് വേർഡ്സ് alliteration ആണ് പോംത്തിൽ നമ്മൾ പഠിച്ച രണ്ട് പോയറ്റിക് ഡിവൈസ്. എന്താണ് alliteration? യെസ്, alliteration എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ അടുത്തടുത്ത വാക്കുകളിൽ ആദ്യത്തെ അക്ഷരം ആവർത്തിക്കുന്നതിന്. ഇല്ലേ, ഇവിടെ എസ്, ഇവിടെ എസ്, അതോടൊപ്പം ഇവിടെ എസ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ alliteration. ഓക്കെ, ഇനി നമുക്ക് റൈമിംഗ് വേർഡ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഷൂസ്, അല്ലേ, ഇറ്റ് എൻഡ്സ് വിത്ത് ദ സൗണ്ട് എസ്, അല്ലെ, എസ്സിലാണ് അവസാനിക്കുന്നത്. ഇവിടെ ടുസ്, ഇവിടെയും എസ്സിലാണ് അവസാനിക്കുന്നത്. അപ്പോ അടുത്തടുത്ത രണ്ട് വരികളിൽ അവസാനത്തെ വാക്കിൽ അല്ലെങ്കിൽ അവസാനത്തെ വാക്ക് ഒരേ ശബ്ദത്തിലോ അല്ലെങ്കിൽ ഒരേ ആൽഫബറ്റിലോ ആണ് അവസാനിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ റൈമിംഗ് എന്ന് പറയും, അല്ലെ, റൈം എന്ന് പറയും. അത്തരം വാക്കുകളെ റൈമിംഗ് വേർഡ്സ് എന്ന് നമ്മൾ വിളിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് alliteration ആണ്. You have to pick out more example for alliteration from the poem. ഇത് വായിച്ചു നോക്കുക. ഇതിൽ കൂടുതൽ എക്സാമ്പിൾ ഫോർ alliteration നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. നോക്കാം, സാംസ് സില്ലി ഷൂസ്, എസ് ആവർത്തിച്ചു വരുന്നു. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ഇവിടെ ഉണ്ടോ നോക്കാം. ഓക്കെ, നോക്കാം. ഇവിടെ നോക്കാം, ലാസ്റ്റ് വരി സാം വുഡ് worry, അല്ലെ, സാം വുഡ് വെറി. ഇവിടെ രണ്ടും W എന്നുള്ള വാക്കുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്, അല്ലേ. അപ്പൊ ഇതെന്താണ്? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ alliteration. ബാക്കിയുള്ള alliterated ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എടുത്തെഴുതുക. ദിസ് ഈസ് ആക്ടിവിറ്റി ഫോർ യു. ദെൻ ഗിവ് എ സൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോം. ഈ പോംത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മനോഹരമായിട്ടുള്ള ടൈറ്റിൽ, ഒരു ഹെഡ്ലൈൻ നൽകുക. ഓക്കെ, ഇവിടെ കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത് സാംസ് സില്ലി ഷൂസിനെ പറ്റിയിട്ടാണ്, അല്ലെ. ഷൂവുമായി ബന്ധപ്പെട്ട് സാമിന്റെ ഷൂവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും അദ്ദേഹത്തിന്റെ ആ ഒരു കുട്ടിയുടെ ആ ദിവസത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യു ഹാവ് ടു give a title for the poem. This is a task number 3 for you. Then we are moving on to the activity card number 5. Make a caption. Here you could see so many posters.
ഒബ്സർവ് ദ പോസ്റ്റേഴ്സ് ഗിവൺ ബിലോ ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ്. അല്ലേ, 2 പോസ്റ്ററുകൾ നൽകിയിട്ടുണ്ട്. ക്ലീൻലിനെസ് ഈസ് ദ നെക്സ്റ്റ് ടു ഗോഡ് ലൈൻസ്. മദർ എർത്ത് നീഡ്സ് യു. ദീസ് ആർ ദ കാച്ചി ടൈറ്റിൽസ് ഫോർ എ പോസ്റ്റർ. അല്ലെ, പോസ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിൽ വേണം. ദെൻ ഇല്ലസ്ട്രേഷൻ വേണം, ചിത്രം അല്ലെ, പിക്ചേഴ്സ് നമ്മൾ വരയ്ക്കണം. ദെൻ അതിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. അല്ലേ, പ്രൊട്ടക്ടിങ് ദ പ്ലാനറ്റ് ഈസ് എവറി പേഴ്സൺസ് ജോബ്. ഇതാണ് നൽകിയിട്ടുള്ളത്. ദെൻ ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു ചിത്രമാണ്. Now write suitable captions for the poster. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഈ ഭാഗത്ത് നിങ്ങൾ എഴുതി വെക്കുക. അല്ലെ, എന്ത് ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? ഒരു മീനിനെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെ, ഇവിടെ ആ മീനിന്റെ ഇറച്ചിയൊക്കെ പോയിട്ട് അല്ലേ ആ ഒരു മുള്ളിന്റെ ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അത് ആ ശ്വാസത്തിന് വേണ്ടിയിട്ട് കേഴുകയാണ്. അല്ലേ, അപ്പോ ഇതൊരു മലിന ജലമാണ്. അല്ലേ, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഇതിന്ന് എടുത്തു വെക്കേണ്ടത്. ദിസ് പിക്ചർ ഷോസ് ഓർ ദിസ് പോസ്റ്റർ ഷോസ് വാട്ടർ പൊല്യൂഷൻ. അല്ലെ, വാട്ടർ പൊല്യൂഷൻ എന്നുള്ള ഒരു ഭാഗമാണ് ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Now you have to write a caption for the poster. Okay, ഇത്രയും വർക്ക്ഷീറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ 5 വർക്ക്സ് നിങ്ങൾ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്ത് മുമ്പോട്ട് പോവാം. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഈ വർഷം കൊല്ലപരീക്ഷയോ മറ്റൊന്നും തന്നെ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സീ യു സൂൺ.